വെൽക്കം ടു അവർ വിൻമിൽ വ്ളോഗ്. ഇന്ന് നമ്മൾ ഈ വിൻമിലിന്റെ അകവും ഇവിടുന്ന് എങ്ങനെയാണ് ഈ വിൻമിൽ പ്രവർത്തിക്കുന്നതെന്നും ഈ ഒരു ലോ ലൈങ് ഏരിയയിൽ നിന്ന് ഒരു കനാലിലേക്ക് വെള്ളം എങ്ങനെയാണ് അടിച്ചു കയറ്റുന്നതെന്നും കാണാൻ പോവാണ്. വിൻമിലിന് ഡച്ചില് മോളൻ എന്നാട്ടോ പറയാ. മോളൻ ആ ലോ ലൈങ് ഏരിയ, അതായത് താഴ്ന്ന പ്രദേശത്ത് നിന്ന് ഈ വിൻമില് ആ വെള്ളം അവിടുന്ന് അടിച്ച് കയറ്റി ഇപ്പുറത്തുള്ള ഈ കനാലിലേക്കാണ് കേട്ടോ തള്ളിവിടുന്നത്. എന്നിട്ട് ഈ കനാലിൽ നിന്ന് ഇത് പോകുന്നത് ഒരു റിവറിലേക്ക്, ഐ റിവറിന് പിന്നെ നേരെ കടലിലേക്കാണ് പോകുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ വാട്ടർ മാനേജ്മെന്റിന് ഇവരെ കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരുള്ളൂ. നമുക്ക് പഠിക്കാൻ കുറേ പാഠങ്ങളുണ്ട് ഇവിടുന്ന്. അതായത് വിൻമിലിൻ്റെ പേര് ഖാസ്പർ മോൾ എന്നാണ്, ഖാസ്പർ മോളൻ. അപ്പോൾ അത് ഇവിടെ ഇവർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് ഡച്ചിലാണ് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ വിൻമില് വെള്ളം പമ്പ് ചെയ്ത് ഇപ്പുറത്ത് കനാലിലേക്ക് ഇടുന്നതെന്ന്. ഈ കനാലിൻ്റെ അപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പോൾഡർ ലാൻഡ്, അതായത് ചതുപ്പ് നിലമാണ്. ഭൂമിയിൽ നിന്ന് വെള്ളം കയറി വരാം, മഴ പെയ്യുമ്പോൾ വെള്ളം വരാം. പിന്നെ പണ്ട് കാലത്ത് ഇതൊരു എന്താ പറയുക ലേക്ക് തന്നെയായിരുന്നു. അവിടെ നിന്ന് ആ വെള്ളം മൊത്തം കോരി കളഞ്ഞത് കരയാക്കിയതാണ്. ഇങ്ങനത്തെ ലോ ലൈങ് ഏരിയ, അതായത് ഈ മോളൻ ബെറ്റർ റിങ്, ഇവിടെ ലോ ലൈങ് ഏരിയയിലെ ആ വെള്ളം അടിച്ച് കയറ്റി കളയണം. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു വിൻമില് വെച്ചു. അപ്പോൾ ഈ വിൻമില് ഇത് കാറ്റിനനുസരിച്ച് ഈ ഫാന് കറങ്ങും, ഈ ഫാനിനനുസരിച്ചിട്ട് ഈ സാധനം കറങ്ങും, ഈ സാധനത്തിനനുസരിച്ച് നമ്മുടെ കിങ് ആക്സിസ് കറങ്ങും, ഇത് കറങ്ങുമ്പോൾ ഈ സാധനം കറങ്ങും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ വെള്ളം ഇങ്ങനെ കറങ്ങി ഏകദേശം ഒരു 2 മീറ്റർ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഈ 2 ഏരിയകൾ തമ്മിൽ. ഇത് നമ്മുടെ കനാലാണ്. ആ കനാലിലേക്ക് വെള്ളം അടിച്ച് ഇങ്ങോട്ട് കയറ്റും. എന്നിട്ട് ഈ വെള്ളം നേരെ തൊട്ടടുത്തുള്ളൊരു പുഴയിലേക്ക് പോകും. ആ പുഴയിൽ നിന്ന് നമ്മുടെ അപ്പുറത്തുള്ള നെതർലൻഡ്സിൻ്റെ അറ്റത്തുള്ള കടലിലേക്ക് വെള്ളം പോകും. ബേസിക്കലി ഇവിടെയൊക്കെ ഒരു ചതുപ്പ് നിലമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള വെള്ളം ഈ വിൻമിൽ വന്നിട്ട് പമ്പ് ചെയ്തിട്ട് നമ്മുടെ കനാലിലേക്ക് പമ്പ് ചെയ്ത് കളയാണ് കേട്ടോ. നമ്മുടെ വീട് ഇവിടെ ഇട്ട് വരും. താഴ്ന്ന പ്രദേശത്ത് നിന്ന് വെള്ളം അടിച്ചിട്ട് ഒരു 2 മീറ്റർ ഹൈറ്റ് ഡിഫറൻസ് ഉള്ള, അതായത് ഹൈറ്റ് കൂടുതലുള്ള ഒരു കനാലിലേക്ക് വെള്ളം അടിച്ച് കയറ്റാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വിൻമില് പുറത്തുനിന്ന് ഇങ്ങനെയാണ്, അതായത് ഇതിന് 4 ഫാനുള്ളത്. അപ്പൊ കാറ്റിനനുസരിച്ചിട്ടാണ് ഇവർ തീരുമാനിക്കുന്നത്. ആ ഫാനിന്റെ മുകളിൽ ഒരു ഷീറ്റ് പോലെ കാണുന്നില്ലേ, അതിൽ എത്ര തുറക്കണം. അപ്പൊ കുറച്ച് കാറ്റുള്ളെങ്കിൽ ഇവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സൈഡിൽ നിന്നും റോൾ ചെയ്യാൻ പറ്റും, 2 സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കാൻ പറ്റും, അടിയിൽ നിന്ന് റോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ എത്ര പോർഷൻ ആണോ കവേർഡ് ആവണ്ടേന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പൊ അത് ഫുൾ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. ചിലപ്പോൾ അത് ഫുള്ളായിട്ട് അടച്ചും വെക്കാൻ പറ്റും. ഈ 4 എണ്ണം പുറത്തുനിന്ന് കറങ്ങുന്നതിന്റെ ആ ഒരു മെയിൻ ആക്സിസ് അടുത്ത് കണ്ടില്ലേ, അത് ഇനി കണക്ട് ചെയ്തിട്ടുള്ള ഉള്ളിലേക്കാണ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അതിനകത്തത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മൾ വിൻമിലിന്റെ അകത്തേക്ക് കയറുകയാണേ. നമ്മളിപ്പോൾ ഈ വിൻമിലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് ഇതിന്റെ മെയിൻ പരിപാടി. അപ്പം പുറത്ത് നമ്മൾ ആ ഫാന് കണ്ടല്ലോ, അപ്പം ആ ഫാൻ 4 ഫാനാണുള്ളത്. അത് കറങ്ങുമ്പോൾ ഇതിന്റെ മെയിൻ സാധനം കറങ്ങും. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിന്റെ അടിയിലാണ്, ഇതിന്റെ തൊട്ട് താഴെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ വെള്ളം പമ്പ് ചെയ്യാനുള്ള സിസ്റ്റം. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ അവിടെ ഭയങ്കര ലോ ലൈൻ ലാൻഡാണ്. ആ ലോ ലൈൻ 2 മീറ്ററിന്റെ വ്യത്യാസമുണ്ട് ഇവിടുത്തെ വെള്ളം. അപ്പോൾ ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് കയറ്റണമെങ്കിൽ ഒരു വഴിയുള്ളൂ. നമുക്ക് കോരി നിറയ്ക്കാൻ പറ്റില്ലല്ലോ. പണ്ട് 1400s മുന്നേ അവർ കുതിരേനെയൊക്കെ വെച്ച് ചെയ്തിരുന്നു. ഒരു 1400 ഇവർ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിൻഡ്മിൽ ഐറ്റം കണ്ടുപിടിച്ചു. ഇവിടുന്ന് വെള്ളം അവർ കോരിയിട്ട് ഈ ഒരു ഹൈ ലെവലിലേക്ക് ഈ വിൻഡ്മിൽ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്താന്ന് ആലോചിച്ച് നോക്കല്ലേ, 1400കളിലാണ് അവരിത് ചെയ്തത്. ഈ വിൻമിൽ, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ വിൻമില് 1700s, അതായത് 1700 ഒക്കെ ഉണ്ടാക്കിയ വിൻമിലാണ്. അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ പറയുന്നതില് ഓരോ വുഡൻ കഷ്ണങ്ങളില്ലേ, അതൊക്കെ
അതൊക്കെ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം നല്ലതാണോ, ഏറ്റവും നല്ല മരക്കഷ്ണമാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം അത് ഒരു കുഴപ്പമില്ലാതിരിക്കും. ഇതാണ് തുടക്കക്കാരൻ. അപ്പോൾ ഈ മോളിൽ നിന്ന് അതുവഴി ഈ ചെയിന് ലിഫ്റ്റ് ആവും. ഈ ചെയിൻ ലിഫ്റ്റ് ആവുന്ന സമയത്ത് ഈ സാധനം പൊന്തുമല്ലോ. അപ്പോൾ ഇവിടെ ഈ പോകുന്ന ഈ മെയിൻ തടി ഇത് താഴും. ഇത് താഴുമ്പം ഈ കമ്പി റിലീസാവും. ഈ കമ്പി റിലീസാവുന്ന സമയത്ത് ഈ സാധനം ലൂസാവും. ഈ സാധനം ലൂസാവുമ്പോൾ എന്താവും, ഈ മെറ്റൽ ഫ്രെയിമും ഇതും തമ്മിലുള്ള ഗ്യാപ്പ് വിടും. അതായത് ബേസിക്കലി ബ്രേക്കിൽ നിന്ന് റിലീസായി. അപ്പം ഈ സാധനത്തിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ബ്രേക്ക്ഡ് അവസ്ഥയിലാണ്. അപ്പോൾ ഇപ്പോൾ ക്യാച്ച് എന്നാണ് പറയുക. അപ്പോൾ ഇത് ക്യാച്ച്ഡ് അവസ്ഥയിലാണുള്ളത്. അപ്പം ഇവിടെ ഈ രണ്ട് മരവും പണ്ട് ഈ സാധനം ഇല്ലായിരുന്നു. അപ്പോൾ ഈ മരവും ഒരഞ്ഞിട്ട് ആ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് തീ വരുമായിരുന്നു. അപ്പോൾ ആ തീ വന്നിട്ടാണ് കുറേ വിൻമില്ലുകൾ കത്തിപ്പോയിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രിക്ഷൻ കുറയ്ക്കേണ്ടിയിട്ട് ഇതിന്റെ നടുവിൽ ഒരു സ്റ്റീലിന്റെ പീസ് വെച്ചു. ഈ കുറച്ച് കഴിയുമ്പോൾ മൂപ്പര് ആ ബ്രേക്കിൽ നിന്ന് റിലീസാക്കിയിട്ട് ഇത് കറങ്ങുന്നൊരു മോഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം അവര് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അടുത്തൊരു ടീമിനും കൂടെ വെയിറ്റ് ചെയ്യണം. അവരും കൂടെ വന്നിട്ട് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യും. ബേസിക്കലി ഇത് അനങ്ങാൻ പോവാം. ഇത് അനങ്ങുമ്പോൾ അവിടേക്ക് നീങ്ങും. ആ കമ്പിയില്ലേ അത് നീങ്ങും. എന്നിട്ട് അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ആവും. അതായത് ആ ഫ്രിക്ഷൻ, അതായത് ആ ബ്രേക്ക് റിലീസ് ആവും. ഈ നടുക്കത്തേക്കല്ലേ ആ മെയിൻ സാധനം, അതാണ് കേട്ടോ കിങ് ആക്സസ്. അതാണ് നമ്മുടെ മെയിൻ ആവും. Staan door van de ruimte. Draaien. Stil. Prachtig. Dat is wel cool. Ja, en is het hout heel droog. പുറത്തെ കാറ്റിനനുസരിച്ചായിട്ടുണ്ട് കറങ്ങാം. കൂടുതൽ കാറ്റുണ്ടാകുമ്പോൾ അത് കൂടുതൽ കറങ്ങും. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം റൊട്ടേറ്റ് ആവും. ഈ സാധനം റൊട്ടേറ്റ് ആവുമ്പോൾ നമ്മുടെ കിങ് ആക്സസ് റൊട്ടേറ്റ് ആവും. ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഏകദേശം ഒരു മിനിറ്റില് 60 മീറ്റർ ക്യൂബ് വെള്ളം വരെ പമ്പ് ചെയ്യാന്നോട്ടോ അവര് പറയുന്നത്. അപ്പൊ ബേസിക്കലി ഒരു 3-4 റിങ്ങും ഷാഫ്റ്റും വെച്ചിട്ടുള്ള ഒരു മെക്കാനിസം ആണിത്. ഇവർ 1400-കളിലാണ് ചെയ്തതെന്നും കൂടെ നമ്മൾ ആലോചിക്കണേ. ഇവിടെ വെച്ചിരിക്കുന്ന ഈ സ്ട്രോ ഒക്കെ ഇല്ലേ, ഇത് നല്ല സ്ട്രോ ആണെങ്കിൽ ഏകദേശം 100 years വരെ ഇതേപോലെ നിലനിൽക്കും എന്നാട്ടോ ഇവര് പറയുന്നത്. ഇതെന്താന്നറിയോ, ഇത് ആക്ച്വലി ഒരു മൗസ് ആയിരുന്നു, അതായത് എലിയായിരുന്നു. ഇവിടെ ഫാൽക്കൺസ് വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പക്ഷികൾ വന്നിട്ട് അതിനെ തിന്നിട്ട് അതിനെ ഡ്രോപ്പിംഗ്സ് ഉണ്ടാവില്ലേ, അത് സൈഡിലൊക്കെ ഇടും. എന്നിട്ട് അത് ഇവിടെ പെറുക്കി കൂട്ടി വെച്ചിരിക്കുന്നതാണ് ഇത്. അത് സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പെറുക്കി എടുക്കണം. Yeah, the typical Dutch stairs. But it's not the typical one, right? Then they are the spiral one. I open it a little bit because the next group is coming, so then I can in. And the whole mass of the it's about 20 tons of wood and steel that is on this kind of wooden rolls. അപ്പൊ ഈ വിൻമില്ലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഇതിന്റെ മുതലാളിയും ഭാര്യയും 3 കുട്ടികളും താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ അവരുടെ മുറികളാണ്.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ, അതിൻ്റെ താഴെ നമ്മൾ ആ കിങ് ആക്സസ് വന്നില്ലേ, അതിൻ്റെ മെയിൻ സാധനം. ഇതിപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ടീത്ത് കണക്റ്റഡ് അല്ല, കാറ്റിൻ്റെ പവറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് കണക്റ്റഡ് ആവും കേട്ടോ. കടാ അത് റൊട്ടേറ്റ് ചെയ്ത്. അപ്പോൾ ആ മറ്റേ ആ കിങ് ആക്സസിൽ നിന്ന് വരുന്ന ടീത്ത് ഇല്ലേ, അത് കുറച്ചും കൂടെ പുറത്തേക്ക് നീങ്ങിയിട്ട് ഈ ഇതിൽ കണക്റ്റഡ് ആവും. അപ്പോൾ അത് കണക്റ്റഡ് ആവുന്ന സമയത്ത് ഈ സാധനം കറങ്ങും. വെള്ളം അടിച്ച് കയറ്റുന്ന കേട്ടോ. അതായത് 2 മീറ്റർ വ്യത്യാസമുണ്ട് നമ്മുടെ ആ താഴെയുള്ള ലോ ലൈൻ ഏരിയയും അപ്പുറത്തെ കനാലും തമ്മിൽ. അപ്പൊ ഈ വെള്ളം ഇവിടുന്ന് അടിച്ച് പമ്പ് ചെയ്ത് കയറ്റി മുകളിലേക്ക് കൊണ്ടുപോവാണ്. വാവ്. വിൻമിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ വർഷത്തിൽ ഇതുപോലെ 2 ദിവസം ഒരു വീക്കെൻഡ് നമുക്ക് നെതർലൻഡ്സിലെ കുറേ വിൻമിൽസ് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പം നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് അത് പോയി കണ്ട് അവരെന്താ ചെയ്യുന്നേ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ പറ്റും. മെയിനായിട്ട് 2 തരത്തിലുള്ള വിൻമില്ലുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ ചതുപ്പ് നില അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശത്ത് നിന്ന് ഹൈറ്റ് കൂടിയ പ്രദേശത്തേക്ക് വെള്ളം അടിച്ചു കയറാനുള്ള വിൻമില്, അല്ലെങ്കിൽ അരി പൊടിക്കുക, അങ്ങനെ ധാന്യങ്ങൾ പൊടിക്കാനുള്ള വിൻമില്. അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഒരു പോൾഡർ ലാൻഡിലെ വിൻമില്ലാണ്. അതായത് വെള്ളം അടിച്ച് കയറ്റി കളയുന്ന ഒരു വിൻമില്ലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്റെ മോളിൽ ബാക്കി കാണുന്നതാണ് ഈ വിൻമില്. 1700 ഉണ്ടാക്കിയ വിൻമില്ലാണ്. 1700. പണ്ടൊരിക്കലും നമുക്ക് ഈ വിൻമിലിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന്റെ മുന്നേ നമ്മൾ വിചാരിച്ചിരുന്നു, അതായത് ഒരിക്കലും നമ്മൾ ഇതിലെ വന്നപ്പം ഇതിന്റെ ഫാൻ ഈ വശത്തിരിക്കുന്നു കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോൾ അതിന്റെ ഫാൻ അപ്പുറത്തെ വശത്ത്. അപ്പൊ നമുക്കിങ്ങനെ ഭയങ്കര ഡൗട്ടായി, നമ്മൾ ഇത് അപ്പുറത്തെ കനാലിൽ നിന്നാണോ കണ്ടേ അല്ലെങ്കിൽ ഈ വശത്തുനിന്നാണോ കണ്ടേ? അപ്പൊ എന്താ സംഭവം എന്നറിയാം, നമുക്ക് മണ്ടത്തരം പറ്റിയതായിരുന്നു. കാറ്റ് ഓരോ സമയത്ത് തോന്നിയ ഡയറക്ഷനിലായിരിക്കില്ലേ. ഇന്നിപ്പോ സൗത്ത് വെസ്റ്റ് എന്നാണെങ്കിൽ ചിലപ്പോൾ നാളെ നോർത്ത് ഈസ്റ്റ് എന്നാവാൻ കാറ്റ്. അപ്പൊ ആ കാറ്റിനനുസരിച്ചിട്ട് ഈ ഫാന് നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പൊ കാറ്റ് ഏത് ഡയറക്ഷനിലാണോ അതിനനുസരിച്ച് ഈ സാധനം ഇങ്ങനെ തിരിഞ്ഞ് പിന്നിൽ വേണമെങ്കിൽ ഫാൻ ഈ വശത്ത് ഫേസ് ചെയ്യാം, വേണമെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഫാൻ അപ്പുറത്തെ വശത്തേക്ക് ഫേസ് ചെയ്യാം. അങ്ങനെ അതും മാറ്റാൻ പറ്റും കേട്ടോ. അത് നമുക്ക് അറിയില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ അതിന്റെ ആ പിന്നിൽ 2 വടികൾ കാണുന്നില്ലേ, അത് പോയിരിക്കുന്നത് ഒരു നമ്മുടെ ഈ കാറിന്റെ ഒരു സ്റ്റിയറിംഗ് പോലത്തെ സാധനത്തിലേക്കാണ്. അപ്പൊ അത് തിരിച്ചാൽ അതിപ്പോ ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ അത് ഇത്രയും നീളം ഉള്ളത് കൊണ്ട് അത് സിമ്പിൾ ആയിട്ട് നമ്മൾ കൈ കൊണ്ട് അങ്ങ് തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ചുറ്റിനുള്ള സാധനം നീക്കി ആ ഫാനിന്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. എന്നെ ഏറ്റവും ഞെട്ടിച്ചത് ആ വെള്ളം അടിച്ച് കയറ്റുന്ന സിസ്റ്റമാണ്. ഇതൊക്കെ എനിക്ക് മനസ്സിലായി, ഇത് കറങ്ങുന്നുണ്ട്, ആ ഷാഫ്റ്റ് നീങ്ങുന്നുണ്ട്, അടിയിലത്തെ ആ കിങ് ആക്സസ്. പക്ഷെ ഈ വെള്ളം ഇതിങ്ങനെ കറങ്ങുമ്പോൾ ആ ചുറ്റിനുള്ള സ്പൈറൽ സാധനമല്ലേ, അത് തിരിയുമ്പോൾ അതിൻ്റെ കൂടെ ഈ വെള്ളം കയറി പോവാന്നുള്ളത് അമേസിങ്. ഇതാണ് നമ്മുടെ ആ ലോ ലൈങ് ഏരിയ അല്ലെങ്കിൽ ആ താഴ്ന്ന പ്രദേശം. അപ്പം ഇവിടുന്ന് ഇതിനേക്കാളും ഒരു 2 മീറ്റർ മുകളിലാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് ഇതിൻ്റെ അപ്പുറത്തുള്ള നമ്മുടെ മെയിൻ കനാല്. ഈ 2 ദിവസം ഞാൻ പറഞ്ഞില്ലേ ഓപ്പൺ ആണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് വന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ ഓരോ റൗണ്ടായിട്ട് നമ്മൾ ആദ്യം ഒരു ടീം ഓഫ് 6 ആണ് പോയത്. പിന്നെ നമ്മൾ വന്ന സമയത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതൊരു 10-15 ആൾക്കാർ വന്നിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ്. കൊള്ളാം. ഈ എക്സ്പീരിയൻസ് ഒക്കെ ഇറ്റ്സ് ഫ്രീ, നമ്മൾ ഇതിന് പൈസ കൊടുക്കണ്ട. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു എഫേർട്ടും പിന്നെ ഇത് കാണാനുള്ള ആഗ്രഹവും കൂടെ ഉണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഈ വിൻമില്ലിനോട് നമുക്ക് ചാച്ച ബൈ ബൈ പറഞ്ഞാലോ. ഇതിപ്പോ ഒരു പോൾട്ടർലാൻഡിലെ വിൻമില്ലാണല്ലോ, അതായത് വെള്ളം അടിച്ച് കയറ്റിക്കളയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് അരിയൊക്കെ പൊടിക്കുന്ന, അതായത് ഒരു ഫ്ലോർ മിൽ വിൻമില്ലിലേക്ക് നമുക്ക് ഒരു വ്ളോഗ് ചെയ്യാമേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വ്ളോഗ് കാണാം. ഈ വിൻമില് ഒരു വീടും കൂടിയാണ്. ഒരു ഫാമിലി ഓഫ് 5, അച്ഛനും അമ്മയും 3 ഡോട്ടേഴ്സും ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം 1ാമത്തെ 2ാമത്തെ നിലയിൽ അവരുടെ മുറികളും കിച്ചണും ഒക്കെയാണ്. അതിൻ്റെ മുകളിൽ ഇത് വിൻമില്ലായിട്ട് പ്രവർത്തിക്കുന്നു. ഏറ്റവും അടിയിൽ അത് ഞാൻ നേരത്തെ കാണിച്ച ഷാഫ്റ്റൊക്കെ കേട്ടോ വിൻഡ് പവേർഡ് ആണ്. അല്ലാത്ത സമയത്ത് ഇപ്പം ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടും
വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ഇതാണ് ആ സ്റ്റെയറിങ്. അപ്പോൾ ഈ സ്റ്റെയറിങ് തിരിച്ചിട്ടാണ് ഏത് ഡയറക്ഷനിലാണ് ഫാന് വേണ്ടത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിപ്പോൾ അവിടെയാണ്, ഇതിങ്ങനെ കറക്കുന്ന സമയത്ത് ഈ കണക്ഷൻ പോയിട്ട് അതിങ്ങനെ തിരിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആക്കാൻ പറ്റും, ഇവിടെ ആക്കാൻ പറ്റും, കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് കേട്ടോ. ആ വെള്ളം ലോ ലാൻഡിൽ നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്ത് ഈ ഇതിലെ വന്നിട്ടാണ് ഈ കനാലിലേക്ക് പോകുന്നത്. ഇതാണ് കേട്ടോ ഹൈറ്റ് ഡിഫറൻസ്. ഇതൊരു ചതുപ്പ് നിലമാണ്, അവിടെയാണ് വെള്ളം വന്ന് നിറഞ്ഞിട്ടൊക്കെ ഉണ്ടാവുക. അവിടുന്ന് ഒരു 2 മീറ്റർ ഉയരെങ്കിലും ഉണ്ട് ഈ കനാലിലേക്ക്. ഇങ്ങനെയാ